ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ബാലൻ ആ മഹാസത്യം മനസ്സിലാക്കാണ്. ആര്യൻ മിത്രേനെ ട്രെയിനിങ്ങിന് വിടാൻ വേണ്ടിയിട്ട് അവളുടെ കടയിൽ വരുന്ന ഒരു പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ കടം മേടിച്ച കാര്യം ബാലൻ അറിയുന്നുണ്ട് കേട്ടോ. ഇതറിയുന്ന ബാലൻ ആര്യനെ വിളിക്കുന്നുണ്ട്. എടാ ആര്യ, നീ നമ്മുടെ ഗോപാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ കടം മേടിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അച്ഛാ, അത് പിന്നെ മനസ്സിലായി. മിത്രനെ ട്രെയിനിങ്ങിന് വിടാൻ വേണ്ടി കടം മേടിച്ചല്ലേ. അയാൾ എന്തിനെ നീ ചോദിച്ചപ്പോ തന്നെ കടം തന്നതെന്ന് നിനക്കറിയാവോ? എന്നെ പരിചയമുള്ളത് കൊണ്ട്, എന്നെ വിശ്വാസമായത് കൊണ്ടാണ് അയാള് ആ പൈസ കടം തന്നത്. എന്നിട്ട് നീ 2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താണ് കൊടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ, എന്താ നിനക്ക് അതിനുള്ള വരുമാനം ഇല്ലാഞ്ഞിട്ടാണോ നീ എടുത്തിരുന്ന് കടം മേടിക്കുന്നത് എന്ന് ബാലൻ ചോദിക്കണം. ഇത് കേട്ട് ആരും പറയണ്ട. അച്ഛാ, വീട്ടിലോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ പണിക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ലല്ലോ, അതാണ് കൊടുക്കാൻ പറ്റാത്തത്. ഞാൻ ഇന്നലെ ആ ചേട്ടനെ പോയി കണ്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് തരാന്ന് പറയാം. പിന്നെ വാക്ക് മാറ്റി പറഞ്ഞതേ ബാലന്റെ പുസ്തകത്തിലില്ലെന്ന് നിനക്കറിയാലോ. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്റെ മകനായിട്ടുള്ള നീ അങ്ങനെ ചെയ്തതിന് അതിന് നാണക്കേട് എനിക്കാണ്. ഞാൻ നാളെ നീ പൈസ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളാന്ന് പറഞ്ഞ ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ആ പൈസ തിരിച്ചു കൊടുക്കണം. പറഞ്ഞത് കേട്ടല്ലോ. അച്ഛാ, നാളെ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ അച്ഛാ കൊടുക്കുക? എനിക്ക് 2 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് ലോഡ് എടുത്താൽ മാത്രമേ എനിക്ക് ആ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും എനിക്ക് അറിയേണ്ട, ആ പൈസ കൊടുത്തിരിക്കണം. ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ഒച്ച എടുത്തിട്ട് പോവാട്ടോ. അത് കേൾക്കണം മിത്രക്ക് വല്ലാത്ത വിഷമം ഒന്നുണ്ട്. മിത്ര രാത്രിയൊക്കെ ഉറക്കമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി വരുന്നുണ്ട്. ആര്യനും അടുത്തുണ്ട് കേട്ടോ. മീനാക്ഷി ആര്യന്റെ അടുത്തും മിത്ര അടുത്തും പറയണ്ട്, നിങ്ങൾ ഇനി വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. 25,000 രൂപ നാളെ തന്നെ കൊടുക്കണോന്നല്ലേ പറഞ്ഞത്. ആ ചേട്ടന്റെ പൈസ നാളെ തന്നെ 25,000 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കേണ്ട കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. അച്ഛന് തൊട്ട് കടവും ആടുന്നത് മേടിക്കാറില്ലല്ലോ. പെട്ടെന്ന് ആ പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴേക്കും അച്ഛനും ചെറിയൊരു ഷെയിം പോലെ ആയിട്ടുണ്ടാവും. അതുകൊണ്ടിട്ടായിരിക്കും. ഒരു കാര്യം ചെയ്യ്, നാളെ 25,000 രൂപ ഞാൻ തരാം. അയ്യോ, അത് വേണ്ട മീനു ചേച്ചി, എന്റെ കയ്യിലൊരു വളയുണ്ട്. ആര്യ, അതൊന്ന് പണയം വെച്ചാലോ? എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ആര്യൻ പൈസ കടം മേടിച്ചത്. മിത്ര, നിന്റെ ആവശ്യം എന്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. എന്തോ ആയിക്കോട്ടെ ആര്യ, ഈ സ്വർണം കൊണ്ട് പണയം വെച്ചേക്കാം. അയ്യോ മിത്രേ, നിനക്കല്ലെങ്കിൽ തന്നെ വളയും മാലയൊക്കെ കുറവല്ലേ, ഈ വള ഒരു കൈനാൽ ശരിയാവില്ല, ഈ വള നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. മിത്ര പറയുന്നുണ്ട്, ആര്യ, നമ്മുടെ കയ്യിൽ സ്വർണം എന്തിനാണ്? ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആര്യൻ ഇത് പണയം വെക്കോ വിൽക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ആര്യൻ കടം മേടിച്ചത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ആര്യന്റെ കയ്യിൽ ആ വള കൊടുക്കുന്നുണ്ട്. പക്ഷെ ആര്യന് ആ വളയായിട്ട് പോകുമ്പോഴേക്കും ആരും ഇപ്പൊ സ്വർണ്ണമൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ ആ വളയായിട്ട് തന്നെ ആ പുള്ളിക്കാരന്റെ കയ്യിൽ കൊടുക്കുകയാണ്. 25,000 രൂപയുടെ കൂടുതൽ പൈസയുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിന് പൈസ എടുത്തിട്ട് ബാക്കി തന്നാ മതി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ബാലിന് അറിയണ്ട്. ബാലൻ നമ്മുടെ മിത്രയുടെ വള അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് മിത്രയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കും കേട്ടോ. ബാലിന് ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറയണതാണ്. അങ്ങനെ ആര്യയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമമായി പോവാണ്. കാരണം മിത്രയുടെ മുമ്പിൽ നാണം കെട്ടുപോയല്ലോ, മിത്രയുടെ മുമ്പിൽ ഇങ്ങനെ ചെറുതായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് കടയിലെത്തിയ ആര്യൻ നമ്മുടെ ബാലിനോട് പറയണ്ട, അച്ഛാ, ഈ കടയിൽ ഞാൻ ഒരുപാട് വർഷം പണി എടുത്തിട്ടുണ്ട്. ശമ്പളമായിട്ട് അച്ഛൻ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു 10 പൈസ പോലും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. എന്റെ പഠിപ്പിന്റെ ആവശ്യത്തിനാണെങ്കിൽ പോലും അച്ഛനോട് ചോദിച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ഞാൻ പണമൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാനൊരു 25,000 രൂപ കടം മേടിച്ചാണ് അച്ഛന് ഇത്ര വലിയ കുഴപ്പമായി പോയത്. ഈ കടയിൽ പട്ടീനെ പോലെ ഞാൻ പണിയെടുത്തിട്ടില്ലേ അച്ഛാ, രാവും പകലും ഒന്നുമില്ലാതെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിപ്പ് കഴിഞ്ഞിട്ട് പോലും ഞാൻ പണിയെടുത്തിട്ടില്ലേ അച്ഛാ. പിന്നെ എന്തിനാ അച്ഛൻ ആ 25,000 രൂപക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞത്. ഇന്നലെയൊക്കെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ എത്ര സന്തോഷത്തിലാ ടൂറൊക്കെ പോയി അടിച്ചു പൊളിച്ചത്. എല്ലാ സന്തോഷം അച്ഛനൊരു ദിവസം കൊണ്ട് കളഞ്ഞല്ലോ അച്ഛാ എന്ന് പറയാണ്. അതിനുശേഷം ആര്യനെ അവിടെ നിന്ന് വിഷമിച്ചു പോകുമ്പോ ബാലനോട് രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ ബാല, നീ എന്തിനാടാ ഈ ആര്യനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അത് വേറൊന്നുമല്ല രാമേട്ട, അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ ഇനിയും കുറച്ചുകൂടി പ്രാപ്തി നേടാനുണ്ട്. മിത്രനെ പഠിപ്പിക്കണതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ഈ കടം മേടിച്ചിട്ടൊന്നും അല്ല പഠിപ്പിക്കണം. അവൻ അധ്വാനിച്ച് അവളെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്രൗഡ് ഉണ്ട്, അതിന് നല്ല അഭിമാനം തോന്നുന്ന നിമിഷമായിരിക്കും. അല്ലാതെ അടുത്തുനിന്ന് കടം മേടിച്ച് കൂട്ടി പഠിപ്പിച്ച് ജയിക്കണേക്കാളും നല്ലത് ഇങ്ങനെ അധ്വാനിച്ച് പണിയെടുത്ത് പഠിപ്പിച്ച് ജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നല്ലതല്ലേ. അത് ബാലന്റെ മോനാവൻ. അപ്പൊ അവൻ അങ്ങനെ വേണം നേരിടാനായിട്ട്, പ്രശ്നങ്ങളെ നേരിടാൻ അങ്ങനെ ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വന്നപ്പോ തന്നെ കടം മേടിക്കാൻ, സ്വർണ്ണം വിൽക്കുക, അതിലൊന്നല്ല കാര്യം. ഇനി അവൻ ജീവിച്ചോളും, അത് ഉറപ്പെനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ബാലൻ പറയണം. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.